ഈ ഓക്കെ. അപ്പം മന്ദിരമായിട്ട് ബന്ധപ്പെട്ട അത്രയും കാര്യങ്ങളാണുള്ളത്. ബേസിക്കലി നമ്മൾ ഒരു എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹോമിയോ മെഡിസിൻസ് കഴിക്കുമ്പോൾ ഞാൻ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ഹോമിയോ മെഡിസിൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കോഫി കഴിക്കാൻ പാടില്ല. ഹോമിയോ മെഡിസിൻ കഴിക്കുന്ന ആളായതുകൊണ്ട് നിങ്ങൾ കോഫി കഴിക്കാൻ പാടില്ല. അതുപോലെ ഈ പലപ്പോഴും ഹോമിയോ മെഡിസിൻസ് കഴിക്കുന്നവർക്ക് പല പഥ്യങ്ങളും പല ഭക്ഷണങ്ങളും ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉള്ളി, സവാളയൊക്കെ ഒഴിവാക്കണമെന്നൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും ഹോമിയോ മെഡിസിൻസ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കഴിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഹോമിയോ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരാൾ ഇത്തരം ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതുണ്ടോ? ഈ ഹോമിയോ മരുന്നുകൾ നമ്മൾ സാധാരണ എപ്പോഴും പറയാറുള്ളതാണ് ഹോമിയോ മരുന്നിന് സൈഡ് എഫക്റ്റ് ഇല്ല. ഈ ഹോമിയോ വിമർശിക്കുന്ന ആൾക്കാർ എന്ത് എഫക്റ്റും ഇല്ല, അതുകൊണ്ടാണ് സൈഡ് എഫക്റ്റ് ഇല്ലാത്തത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരുന്നുകൾ വളരെ നേർപ്പിച്ചാണ് ഉപയോഗിക്കുന്നത്. മരുന്നുകളുടെ വളരെ നേർപ്പിച്ചിട്ട് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല എന്നല്ല. അപ്പോൾ ഇത്രയും നേർപ്പിച്ച മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഹൈ സ്ട്രോങ് സ്റ്റിമുലൻസ് ആയിട്ടുള്ള സാധനങ്ങൾ, അതിപ്പോൾ നമ്മൾ കോഫി ഒരു സ്ട്രോങ് സ്റ്റിമുലേഷൻ ആണ്. പിന്നെ ഇതുപോലെ ഇപ്പോൾ നമ്മൾ ആൽക്കഹോൾ ആണെങ്കിലും അല്ലെങ്കിൽ ടൊബാക്കോ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഹൈ സ്പൈസസ് പോലുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ, അതായത് ഈ മരുന്ന് കഴിക്കുന്ന കാലയളവിൽ അല്ലെങ്കിൽ നമ്മൾ മരുന്ന് കഴിച്ച ഉടനെ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനത്തെ സ്ട്രോങ് സ്റ്റിമുലൻസ് ഉപയോഗിക്കാതിരിക്കണം എന്ന് നമ്മൾ നിർദ്ദേശം കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ഒരു രോഗിക്ക് മരുന്ന് കൊടുക്കുമ്പോൾ അവർക്ക് പ്രധാനമായിട്ടും കൊടുക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി അല്ലെങ്കിൽ ഒരു മെഡിസിൻ അവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു മരുന്നാണ് കൃത്യമായിട്ട് നമ്മൾ ആദ്യം രോഗിയുടെ ഉള്ളിൽ എത്തിക്കുന്നത്. പിന്നീട് അതിൻ്റെ ഫോളോ അപ്പ് ചെയ്തുള്ള സപ്പോർട്ടിങ് മെഡിസിൻസ് ആണ് അതിൻ്റെ ബാക്കിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഈ സപ്പോർട്ടിങ് മെഡിസിൻസ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ കോഫി ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട മെയിൻ റെമഡി, ആ റെമഡി എന്താണോ ആ റെമഡി കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു മണിക്കൂർ സമയത്തേക്ക് ഈ സാധനങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ട്